ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ലക്ഷദ്വീപ് ട്രിപ്പിൻ്റെ വ്ളോഗാട്ടോ. അപ്പോൾ ഞാൻ കുറേ കാലമായി ലക്ഷദ്വീപിൽ പോകാൻ വിചാരിക്കുന്നത്, ഞാൻ മാത്രമല്ല എൻ്റെ അമ്മയും ഉപ്പയും എല്ലാവരും. അപ്പോൾ ഇന്ന് നമ്മൾ അവസാനം പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. നമുക്ക് ഇനി കൊച്ചിയിൽ നിന്ന് സ്കാനിങ് സെൻറ്ററിലേക്ക് പോകണം കേട്ടോ, ലക്ഷദ്വീപ് സ്കാനിങ് സെൻറ്ററിലേക്ക്. അപ്പോൾ അതിന് ഞങ്ങൾ ഒരു ടാക്സി ഒക്കെ ബുക്ക് ചെയ്തിട്ട് നേരെ പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിട്ടോ, സ്കാനിങ് സെൻറ്ററിൽ എത്തി. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ കുറച്ച് നേരത്തായി പോയി, അവിടെ ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ആൾക്കാരൊന്നും വന്നിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ലഗേജൊക്കെ അവിടെ വെച്ച് കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്നിട്ടോ. കുറച്ച് നേരമല്ല, കുറേ നേരം തന്നെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ടോയ്ലറ്റിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എല്ലാം ഇല്ലേന്നൊക്കെ നോക്കുകയാണ്. അങ്ങനെ പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് സ്കാനിങ് സെൻറ്റർ തുറക്കാനുള്ളൊക്കെ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളെ പേപ്പറും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോഴത്തിന് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലുള്ള ഒരു വിധം ആൾക്കാരും ദീപേർ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു 3 കൂട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ കണ്ടതിൽ ഉള്ളായിരുന്നു ഇതേപോലെ നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ. അങ്ങനെ ഞങ്ങളെ ബോർഡിംഗ് പാസും പെർമിറ്റും ഒക്കെ എടുത്ത് എല്ലാവരുടെ കയ്യിലും സെറ്റാക്കി വെച്ചു. അപ്പോൾ എനിക്ക് ബോർഡിങ് ചെയ്യണത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളുടെ ലഗേജൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഓവറായപ്പം പോണില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെ ബാഗുകളൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ബാഗൊക്കെ വെച്ച് കഴിഞ്ഞപ്പം ചെക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ബാഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പം സമയം 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. കുറച്ച് നേരമല്ല, കുറേ നേരം അവിടെ ഇരുന്നു. ഇതിലുള്ളൊരുവിധം ദീപരും അവർക്കുള്ള സാധനങ്ങൾ, പച്ചക്കറികൾ, അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ ചിലർ കത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, വീട്ടിലത്തെ ആവശ്യത്തിനായിരിക്കും. പക്ഷെ അതിൽ ചെക്കിങ്ങിൽ ഒരിതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബസ് വെയിറ്റ് ചെയ്യണം കേട്ടോ. സ്കാനിങ് സെൻറ്ററിൽ നിന്ന് നേരെ പോർട്ടിലേക്ക് പോകാനുള്ള ബസ്സാണ്. നമ്മളെ ലഗേജ് വേറെ ഒരു വണ്ടിയിൽ കൊണ്ടുപോയിട്ട് പിന്നെ നമ്മളെ വേറൊരു ബസ്സിൽ കൊണ്ടുപോകല കേട്ടോ. അങ്ങനെ ഒരു ബസ് പോയതിന് ശേഷമാണ് നമ്മൾ കയറാൻ നിന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് പിന്നെ വലിയ ധൃതിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ പിടിച്ച് വേഗം കയറി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെ ലഗേജൊക്കെ ഇപ്പച്ചിയായിരുന്നു കയറ്റിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നേരെ ഞങ്ങളെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ട് നേരെ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബസ് കയറുന്ന സ്ഥലത്തും ഒരു ആർമിക്കാരൻ നിൽക്കും കേട്ടോ. ആർമിക്കാരൻ തന്നെയാണ്, ഇനിയിപ്പോൾ നേവിൻ്റെ എന്തെങ്കിലും ആണെന്ന് എനിക്കറിയില്ല. അതുപോലത്തെ ഒരു യൂണിഫോമായിരുന്നു. നമ്മളെ ബോർഡിംഗ് പാസ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കപ്പലാണ് കേട്ടോ ഇത്. ഞാൻ ആദ്യം വിചാരിച്ച് ഞങ്ങൾ ഇതിലാണ് പോകണമെന്ന്, പിന്നെയാണ് ഇപ്പച്ചി പറഞ്ഞത്. അങ്ങനെയല്ല, നമ്മളെ ബസ്സിൽ പിന്നെ ഒരു കൊണ്ടുപോകലാണെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ കുറേ നേരം ബസ്സിലിരുന്നു. പക്ഷേ ഞാൻ ഇരിക്കണ ആ സെയിം സൈഡിൽ വെയിൽ ഫുള്ള് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വണ്ടി തിരിഞ്ഞപ്പം വലിയ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ നേരെ പോവാണ്. അങ്ങനെ നമ്മൾ അവിടെ പോർട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളെ ഷിപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതിന് നോക്കിയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളെ ലഗേജൊക്കെ കളക്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ലഗേജിൻ്റെ വണ്ടി ആദ്യം വന്നിരിക്കണത്, പിന്നെയാണ് ഞങ്ങളെ ബസ് എത്തിയത് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ലഗേജൊക്കെ കളക്ട് ചെയ്യാൻ പോയി. ഇപ്പച്ചയാണ് ഇപ്പോഴും ലഗേജ് കളക്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അതിൻ്റെ അപ്പുറത്ത് തന്നെയായിരുന്നു ക്രൂയിസ് ടെർമിനൽ. അങ്ങനെ അതൊക്കെ പോയി കണ്ടു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ നിന്നിട്ടോ. പിന്നെ ഞങ്ങൾ ഷിപ്പ് വേഗം പോകുമെന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ കയറാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് 2 ബാഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഷിപ്പിൽ കയറുന്നത്. ഷിപ്പിൻ്റെ ഉള്ളൊക്കെ എങ്ങനെ ആവും എന്നുള്ളതിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല നമ്മൾ ലഗേജൊക്കെ പിടിച്ചിട്ടാണല്ലോ കയറുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വലമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഫോണെങ്ങാനും വീണാൽ കഴിഞ്ഞ്. അങ്ങനെ ഞങ്ങൾ നല്ലപോലെ കയറിട്ടോ. പിന്നെ വന്നപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല, പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെ സീറ്റ് ഏത് ഭാഗത്താണ് എവിടെയൊക്കെയാണെന്നുള്ള തരാൻ വേണ്ടിയിട്ട് ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ എടുത്തിട്ടുള്ളത് ബങ്ക് ക്ലാസ് ആട്ടോ. അപ്പോൾ അത് അടിയിലേക്കാണ്, അത് ഞങ്ങൾക്ക് ആദ്യം അറിയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ചോദിച്ച് അറിഞ്ഞ് അങ്ങനെ നേരെ അടിയിലേക്ക് ഇറങ്ങിട്ടോ. ഷിപ്പിൻ്റെ അടിഭാഗത്താണ് ഉള്ളത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ദീപേർ തന്നെ. അങ്ങനെ ഞങ്ങൾക്ക് അറിയാത്ത ഒരു ദ്വീപത്തെ ഒരു താത്ത വന്നിട്ട് ഞങ്ങൾക്ക് ഏത് ഭാഗത്താണ്, എങ്ങനെയാണ് ഷിപ്പിൻ്റെ ഉള്ളത്തെ അവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. എൻ്റെ ഉപ്പച്ചി ഒരു വട്ടം ഷിപ്പിലൊക്കെ പോയി ലക്ഷദ്വീപിലേക്ക് തന്നെ വന്നതാണ്. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് പറയാൻ നല്ല മനുഷ്യന്മാരാണ്. എന്താ പറയുക, നമ്മളെ കണ്ടാൽ നമ്മൾ എപ്പോഴും നമ്മളെ നോക്കി ചിരിക്കും. അതുമാത്രമല്ല, നമ്മളെ കണ്ടാൽ എങ്ങനെയായാലും നമ്മൾ അങ്ങോട്ട് വർത്തമാനം പറയാൻ പോയിട്ടില്ലെങ്കിലും ഇങ്ങോട്ട് വരും. അങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി മനുഷ്യന്മാരാട്ടോ ഇവിടെ ഉള്ളത്. ഓര് നമ്മളോട് സംസാരിക്കുമ്പം നമ്മൾ അപ്പം കണ്ട ആൾക്കാരായാലും എന്നോ പരിചയമുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ഇതൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അവിടെ. അങ്ങനെ അവസാനം ഞങ്ങൾ തപ്പിപ്പിടിച്ച് അപ്പോഴാണ് ഒരു താത്ത വന്നതെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ആ താത്ത ഞങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞൊക്കെ തന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ആ ഭാഗത്തേക്കൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ സീറ്റ് 4 ഒരു ഭാഗത്തും പിന്നെ 1 അപ്പുറത്തായിരുന്നു. അങ്ങനെയായിരുന്നു. ബങ്ക് ക്ലാസ് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ ട്രെയിനിൽ AC-യിൽ സെക്കൻഡ് ക്ലാസ്സിലൊക്കെ പോണ ആ ഒരു വൈബൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഷിപ്പിലുള്ള മറ്റേ എന്താ പറയുക, വിൻഡോ. അങ്ങനെ ഇപ്പച്ചി മിമിനെ എടുത്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, അത് കാണാനായിട്ട്. പിന്നെ ഇപ്പച്ചി ഷിപ്പിൽ കൂടെ നടന്നു പോണ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞതാണ്. ഞാൻ പിന്നെ ഏതായാലും വ്ളോഗ് എടുക്കല്ലേ വിചാരിച്ചിട്ട് മേലെ കൂടെ അങ്ങോട്ട് എടുത്തിട്ടോ. ഇപ്പച്ചി പറഞ്ഞത് മുഴുവനായിട്ട് എടുക്കാനാണ്, ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ എടുത്തിട്ടോ. പിന്നെ ഞാൻ ഷൂ ഒക്കെ ഊരിയിട്ടുണ്ടായിരുന്നു, വരുമ്പോൾ ഷൂ ആയിരുന്നു ഇട്ടത്. പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കയറിയപ്പോൾ തന്നെ 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ തപ്പിപ്പിടിച്ചു. ഞാൻ പിന്നെ അവിടുത്തെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എന്താ പറയുക, ക്യാൻറ്റീൻ. അങ്ങനെ ഞങ്ങൾ നേരെ മേലേക്കുള്ള വഴി തപ്പിപ്പിടിച്ച് പോവാണ്. കുറച്ച് മേലേക്ക് അങ്ങനെ കുറേ കയറാണ്ട്, എത്ര 7ാമത്തെ ഡെക്കിലോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ആ ഒരു മേലത്തെ ആ ഭാഗം വരുന്നത് കേട്ടോ. അങ്ങനെ ഇത് ഫുള്ള് AC ആയതുകൊണ്ട് നല്ല കനമുള്ള വാതിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒക്കെ വലിച്ചങ്ങോട്ട് തുറന്നു ഞങ്ങൾ നേരെ പോയി. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒക്കെ ഓരോ കാഴ്ചകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാം ഈ ഒരു ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറ്റുന്ന പോലെ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടായിട്ടുണ്ടാവുക. ഞങ്ങൾ വിചാരിച്ചു ഈ ഷിപ്പ് ഇപ്പോൾ പോകുമെന്ന് വിചാരിച്ചാണ് നിന്നിരുന്നത്. പക്ഷേ പിന്നെയല്ല മനസ്സിലായത് ഈ ഷിപ്പ് അപ്പോഴൊന്നും പോവില്ല എന്നുള്ളത് കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ പോകും വിചാരിച്ചു. അപ്പോഴാണ് ഒരു എണ്ണക്കപ്പൽ വന്നിട്ട് ഈ ഷിപ്പിൽ എണ്ണ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ നല്ല ഒരു എന്താ പറയുക, ഫസ്റ്റത്തേതായതുകൊണ്ട് തന്നെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. കുറേ ഷിപ്പിൽ നിന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ നിസ്കാരം റൂം, പള്ളി. അപ്പോൾ ഇത് നമ്മളെ പെണ്ണുങ്ങളെ പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര വൃത്തിയുണ്ടായിരുന്നു. ഷിപ്പിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഈ ഷിപ്പിൽ ഓരോ ഭാഗത്തും ഈ ഷിപ്പിൻ്റെ ഏത് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്ന സ്ഥലമുള്ളതെന്ന് അവിടെ അടയാളപ്പെടുത്തിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ മേലേക്ക് കയറി. നമ്മളെ നിസ്കാര റൂമുള്ളത് ഷിപ്പിൻ്റെ ഏറ്റവും അടിയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് നേരെ അതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ക്യാൻറ്റീനിൽ പോയി. വൈകുന്നേരമൊക്കെ ആയപ്പം ക്യാൻറ്റീനിൽ പോയി ഒരു ജ്യൂസൊക്കെ വാങ്ങിയിട്ട് നേരെ ഏറ്റവും മുകളിലത്തെ ആ ഒരു ടെറസ്, അങ്ങനെ തന്നെ പറയാം, ആ ടെറസിൻ്റെ മുകളിൽ കയറിട്ടോ. പിന്നെ ഇത് ഞങ്ങൾക്കൊരു ഫസ്റ്റത്തെ കാഴ്ച ആയതുകൊണ്ട് ഞങ്ങളവിടെ മാക്സിമം ഫോട്ടോ ഒക്കെ എടുത്ത് മുതലാക്കിയിരിക്കണം കേട്ടോ ആ ഷിപ്പിൻ്റെ മുകളിൽ ഇരുന്നിട്ട്. പിന്നെ ഞാനെൻ്റെ ജ്യൂസും കുറച്ച് കടലൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇപ്പച്ചി എന്തോ എന്ന് പറഞ്ഞു. ഇപ്പച്ചിനെ ഫോട്ടോ എടുത്ത് കൊടുക്കാനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ.
പിന്നെ മിമി അവിടെ ഇരുന്ന് ഇങ്ങനെ തിന്നുകയാണ് കേട്ടോ. അപ്പം ഞാനും കൂട്ടത്തിലിരുന്ന് തിന്നുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഫോട്ടോ എടുക്കാൻ പോയ ഗ്യാപ്പിൽ ഓള് സ്വന്തമായിട്ട് ക്യാമറ ഒക്കെ ഓണാക്കി തിന്നണ വീഡിയോ എടുത്ത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട്, അതായത് സെക്കൻഡ് പാർട്ടായിട്ട് നാളെ വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്നും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.